പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസാണ്. ഇപ്പോഴിതാ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് ഒളിച്ചു കളിച്ചതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. SIT കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ കയ്യേറ്റക്കാർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്ന് താലൂക്ക് സഭ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ 5 തഹസിൽദാർമാരാണ് പീരുമേട്ടിൽ മാറി വന്നത്. പിന്നെ എങ്ങനെയാണ് കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കുക എന്നായിരുന്നു CPI നേതാവും പീരുമേട് MLAയുമായ വാഴൂർ സോമന്റെ ചോദ്യം. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റം റവന്യൂ വകുപ്പ് അറിയാതിരുന്നതല്ല, അറിഞ്ഞിട്ടും കണ്ണടച്ചതാണ്. SIT ഈ കയ്യേറ്റങ്ങളൊക്കെ കണ്ടെത്തുന്നതിനും ഏറെ മുൻപ് തന്നെ വിഷയം താലൂക്ക് സഭയിൽ ചർച്ചയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 10 മാസം മുൻപ് സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം ക്രിമിനൽ കേസെടുക്കണമെന്ന് താലൂക്ക് സഭ ആവശ്യപ്പെട്ടതുമാണ്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഇത് കേസെടുക്കേണ്ടത് റവന്യൂ വകുപ്പ് തന്നെയാണ്. ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കേസെടുത്ത് പോലീസിന് കൈമാറണം. പോലീസിന് കൈമാറിയാൽ അവരെ പിടിക്കാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും, നടപടിയെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നടപടികൾ വൈകുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഉദ്യോഗസ്ഥരുടെ കണ്ടിന്യൂറ്റി ഇല്ല. ഒരു 6 മാസമെങ്കിലും ഒരു സീറ്റിൽ ഒരു തഹസിൽദാർ ഇരുന്നെങ്കിലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. വന്നിരിക്കുന്നു, അവർ ഫയലെല്ലാം പഠിച്ചു വരുമ്പോഴത്തേനും ട്രാൻസ്ഫർ ആകുന്നു. അടുത്തയാൾ വരുന്നു, പോകുന്നു. അടുത്തയാൾ 5-ാമത്തെ ആളെ 3.5 വർഷത്തിനുള്ളിൽ 5-ാമത്തെ തഹസിൽദാരാണെന്ന് പറയുമ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടിയില്ലേ? പീരുമേടിന് പുറത്തുള്ളവരാണ് ഇന്ന് പരുന്തുംപാറയിലെ കണ്ണായ ഭൂമികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷ്യം റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പട്ടയം നൽകിയത് കാലങ്ങളായി ഭൂമി കൈവശപ്പെടുത്തിയവർക്കാണ്. അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ, ഒപ്പം ഒരു വീട് വയ്ക്കാനും. ഇവിടെ ഇപ്പോൾ വലിയ കയ്യേറ്റങ്ങൾ നടന്നിരിക്കുന്ന, വലിയ റിസോർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. അത് ഒരു തരത്തിലും കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയാണ്. വലിയ കുന്നിൻ ചെരുവുകളിലൊക്കെയാണ് ഈ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെയാണ് പരുന്തുംപാറയിൽ വൻതോതിൽ ഭൂമി വാങ്ങലും കെട്ടിട നിർമ്മാണങ്ങളും തുടങ്ങിയത്. തോട്ടങ്ങളും വനഭൂമികളും വരെ ഇവിടെ കയ്യേറിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്ന നടപടികളുണ്ടല്ലോ, അത് ശരിയാവണ്ണം നടന്നാൽ പരുന്തുംപാറയിലെ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി വീണ്ടെടുക്കാൻ കഴിയും. പക്ഷേ അത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം വലിയ സമ്മർദ്ദങ്ങൾ ഇനിയും ഉണ്ടാകാം. പരുന്തുംപാറയിൽ നിന്നും ജോയ്സിയാറിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.